സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇതാരാ വിളിക്കുന്നത്? ഹലോ. ഇതാരാ? ഇതെന്താ ഇങ്ങോട്ട് വിളിച്ചിട്ട് ഇതാരാണെന്നോ? എന്താടോ താൻ പറയുന്നത്? പിന്നുണ്ടല്ലോ, നിന്റെ വീടിന്റെ തൊട്ടിപ്പുറത്ത് ഒരു കണ്ടെയ്നറുണ്ട്. ഇതെന്താ? അത് തന്നെ. അതെന്ന് പറഞ്ഞാൽ ഒരു സീക്രട്ട് സാധനമാണ്. അത് ഓപ്പൺ ആക്കിയിട്ട് നീ അതിലെ മിഷൻസ് കംപ്ലീറ്റ് ചെയ്യണം. അവിടെ ഒരു പേപ്പർ ഉണ്ടാവും, അത് നീ വായിച്ചു നോക്ക്. അപ്പം എല്ലാം നിനക്ക് മനസ്സിലായിക്കോളും. സോ ഗൈസ്, ഇത് നോക്ക്. എൻ്റെ വീടിൻ്റെ അടുത്ത് വലിയൊരു നീളത്തിലുള്ള ഒരു കണ്ടെയ്നറാണ് ഗൈസ് ഉള്ളത്. ഇത് ഞാൻ അന്നൊരു കണ്ടെയ്നർ ഓപ്പൺ ആക്കിയില്ലേ, ഒരു സീക്രട്ട് കണ്ടെയ്നർ, മിസ്റ്ററി കണ്ടെയ്നർ. അതുപോലുള്ള ഒരു കണ്ടെയ്നറാണ്. അതാ ഇവിടെ ഒരു പേപ്പറും കൂടി ഉണ്ട്, അത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഓക്കെ, ദിസ് ഈസ് എ സ്പേസ് മിഷൻ. ഓക്കെ, ഇതൊരു സ്പേസ് മിഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇഫ് യു വാണ്ട് ടു അൺലോക്ക് ദിസ്, ഡു ദിസ് ടാസ്ക്. ഓക്കെ, ഇത് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ടാസ്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ ടാസ്ക് പറഞ്ഞാൽ ഡു ലൈക്ക്. ഓക്കെ, നിങ്ങൾക്കുള്ള ടാസ്ക്കാണ് ഒന്നാമത്തെ ടാസ്ക്, ലൈക്ക് ചെയ്തോളൂ. ഡു സബ്സ്ക്രൈബ്. ഓക്കെ, രണ്ടാമത്തെ ടാസ്ക് സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങൾക്കുള്ളത് തന്നെയാണ്, സബ്സ്ക്രൈബ് ചെയ്തോളൂ. പിന്നെന്താണ്? കംപ്ലീറ്റ് ദ ഒബ്സ്റ്റക്കിൾസ് ബിഹൈൻഡ് ദിസ് കണ്ടെയ്നർ. ഒബ്സ്റ്റക്കിൾസ് കംപ്ലീറ്റ് ചെയ്യാനാണ്. ഒബ്സ്റ്റക്കിൾസ്, ഇതിൻ്റെ പിന്നിലുള്ള ഒബ്സ്റ്റക്കിൾസ് കംപ്ലീറ്റ് ആക്കാന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം ഗൈസ്. ഇതത്ര വലിയ ടഫുള്ള പരിപാടിയൊന്നും എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, ഇതൊക്കെ എന്ത്? ഇതിനപ്പുറം കടന്നിട്ടുള്ളവനാടാ ഞാൻ. ഇതൊക്കെ എന്ത്? ഇതൊക്കെ സിമ്പിൾ പരിപാടിയല്ലേ. ഇതിനേക്കാളും വലിയ ഒബ്സ്റ്റക്കിൾസൊക്കെ ഞാൻ കടന്നിട്ടുണ്ട്. ഓക്കെ, അവിടെ ഒരു സ്പിന്നിങ് ഞാൻ കാണുന്നുണ്ട്. ഇത് കുറച്ച് ടഫ് ഉണ്ടാവുമല്ലോ. പക്ഷെ ഞമ്മക്കൊന്നും ഒരു ടഫും ഇല്ല. ഓക്കെ, കണ്ടില്ലേ, ഇതൊക്കെ ഇത്രേ ഉള്ളൂ. ഇതാ കംപ്ലീറ്റ് ആയി ഗൈസ്. അങ്ങനെ കംപ്ലീറ്റ് ആയി. യെസ്, അങ്ങനെ അതും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് അപ്ലൈ കൊടുക്കുക. അതിനുശേഷം നമ്മളെ കണ്ടെയ്നർ നമുക്ക് ഓപ്പൺ ആയി കിട്ടും. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, നമുക്കിത് അപ്ലൈ കൊടുക്കാൻ പോയാണ്. 3, 2, 1 ഗോ. ഓക്കെ ഗൈസ്, ഇതെന്താണ്? റോക്കറ്റാണ് ഗൈസ്. സ്പേസ് മിഷൻ എന്ന് പറഞ്ഞാൽ റോക്കറ്റാണ് ഗൈസ് ആ മിഷൻ. ഓക്കെ, ഇപ്പോൾ ഇതാ ഈ ഒരു റോക്കറ്റിൽ കയറി ഞാൻ പോകാൻ പോവുകയാണ് ഗൈസ്, സ്പേസിലേക്ക്. അപ്പോൾ ഇതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. ഞാൻ ആദ്യമായിട്ടാണ് സ്പേസിൽ പോകുന്നത്. ഓക്കെ, നമുക്ക് ചന്ദ്രനിലേക്ക് പോകണം. ഓക്കെ ഗൈസ്, ഞാൻ അങ്ങനെ ഇതാ തയ്യാറായിട്ടുണ്ട്. ഓക്കെ, ഫുൾ ഡ്രസ്സൊക്കെ ഇട്ട് പോയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് സ്യൂട്ടൊന്നുമില്ല, പിന്നെ ഇത് മതി, അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ കയറാൻ പോവുകയാണ് ഗൈസ് നമ്മളെ റോക്കറ്റിലേക്ക്. സോ ഗൈസ്, ഞാൻ എന്താ റോക്കറ്റിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താ റോക്കറ്റ് നിക്ഷേപണം നടത്താൻ പോവുകയാണ്. 3, 2, 1. ഗൈസ്, റോക്കറ്റിൽ നിന്ന് ഞാൻ എന്താ വെള്ള വസ്ത്രമൊക്കെ മാറ്റി ഇപ്പോൾ ഇതാ ചുവപ്പ് വസ്ത്രമൊക്കെ ഇട്ടിട്ടുണ്ട്. മഞ്ഞ ബാഗ് പിന്നെ ഞാൻ ഈ സേഫ്റ്റിക്ക് കയ്യിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ എന്താ ചന്ദ്രനിലാണ് ഗൈസ്. ഇവിടുന്ന് ശ്വാസമൊക്കെ എടുക്കാൻ പറ്റുന്നുണ്ട്. നമ്മളെ റോക്കറ്റ് തകർന്ന് പോയിട്ടുണ്ട് അവിടെ. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ബാക്കിൽ സോംബി അല്ല അല്ലേ, ബാക്കിൽ എന്താണ്, ഏലിയൻസ് ആണ് ഗൈസ്. ഇതോ നോക്ക്. അയ്യോ, 2 UFO ഗൈസ് അതാ വരുന്നുണ്ട്. ഇവരൊക്കെ അടിച്ചിടാൻ പറ്റുന്നുണ്ട്. ചാവ് ചാവ്. ഓക്കെ, നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം ഗൈസ്. നമ്മളെ ബസൂക്ക എടുക്കേണ്ടി വരും. ഓക്കെ, ബസൂക്ക. അയ്യോ, ചാവ്, എല്ലാവരും ചാവ് ചാവ്. അയ്യോ, എല്ലാവരും കൂട്ടമായി വരുന്നുണ്ട് ഗൈസ്. ഇപ്പം ഞാൻ എന്താ ചെയ്യുക? നിങ്ങൾ ലൈക്ക് ചെയ്യുക ഗൈസ്. ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ രക്ഷപ്പെടും. അതുകൊണ്ട് പെട്ടെന്ന് നിങ്ങളൊന്നൊരു ലൈക്ക് ചെയ്തൊക്കെ. അയ്യോ, ലൈക്ക് ചെയ്തല്ലേ. ഇപ്പം ഞാൻ ഇതെന്താണ്, പെട്ടെന്ന് ടെലിപ്പോർട്ട് ആയതാണോ? അയ്യോ, ഇതെന്താ സംഭവിച്ചത്? ഇപ്പോൾ ഞാൻ രക്ഷപ്പെട്ട് ഗൈസ്. എന്തായാലും വീഡിയോ ഇത്രേ ഉള്ളൂ. നല്ലൊരു വീഡിയോ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തോളൂ, സബ്സ്ക്രൈബ് ചെയ്തോളൂ. ചെയ്തവർ ചെയ്യാൻ പാടില്ല. ഓക്കെ, സോ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതായിരിക്കും. ടാറ്റ, ബൈ, പിന്നെ കാണാം.